RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിലെ അവസാന ഘട്ട മത്സരം 18ാം ഘട്ട മത്സരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ 18 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ആരൊക്കെയാണ് വേൾഡ് കപ്പിന് യോഗ്യം നേടിയത്, എന്തൊക്കെയാണ് സംഭവിച്ചത്, ഈ അവസാന മത്സരത്തോടു കൂടിയിട്ട് മൊത്തമായ ടേബിളിന് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുക. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്രസീൽ ഒറ്റയടിക്ക് 5ാം സ്ഥാനത്തായി. പുറത്താകുമെന്ന് പ്രതീക്ഷിക്കുന്ന ബൊളീവിയ യോഗ്യത റൗണ്ടിലൂടെ ഇനി വേൾഡ് കപ്പിലേക്ക് കടക്കാമെന്നുള്ള അവസ്ഥയായി. പ്രതീക്ഷിച്ച വെനസ്വലിയ പുറത്തോട്ട് പോയി. പെറു, ചിലി എന്നീ ടീമുകൾ പുറത്തായി. അങ്ങനെ വളരെ സങ്കീർണതകൾ നിറഞ്ഞ അവസാന മത്സരമായിരുന്നു. പ്രതീക്ഷിക്കാത്ത 2 വമ്പന്മാരുടെ തോൽവിയാണ് ഈ ടേബിളിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ്. അവസാന മത്സരത്തിൽ വമ്പന്മാരായ 2 ടീമുകളുടെ കാലിടറലാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അർജന്റീന ഇക്വഡോറായിട്ട് 1-0 പരാജയപ്പെട്ടപ്പോൾ ബൊളീവിയ ആയിട്ട് ബ്രസീൽ 1-0 പരാജയപ്പെട്ടു. ഇതോടുകൂടിയിട്ട് ടേബിളിൽ ഉണ്ടായിരുന്ന അർജന്റീന ടോപ്പിൽ തന്നെ ഒക്കെ ആയി. പക്ഷെ അടുത്ത സ്ഥാനങ്ങളിലായിട്ട് സ്ഥാനങ്ങൾക്കൊക്കെ മാറ്റങ്ങൾ വന്നു. അപ്പൊ നമുക്ക് ആ ടേബിളിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അർജന്റീന 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 12 വിജയവും 2 ഡ്രോയും 4 തോൽവിയും അടക്കം 38 പോയിന്റുമായിട്ട് 1ാം സ്ഥാനക്കാരാണ്. 2ാം സ്ഥാനത്തുള്ള ഇക്വഡോർ 18 മത്സരങ്ങളിൽ നിന്ന് 8 വിജയവും 8 സമനിലയും 2 തോൽവി. ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ഏറ്റവും കുറവ് തോൽവി വഴങ്ങിയ ടീമാണ് ഇക്വഡോർ. അപ്പൊ ഇക്വഡോറിന്റെ കാര്യത്തിൽ അടുത്ത വേൾഡ് കപ്പിൽ ഒരു കറുത്ത കുതിരകളാവാൻ ചാൻസ് ഉണ്ട്, അത് യാതൊരു സംശയമില്ല. 3ാം സ്ഥാനത്തുള്ള കൊളംബിയ 18 മത്സരങ്ങളിൽ നിന്ന് 7 വിജയവും 7 സമനിലയും 4 തോൽവി അടക്കം 28 പോയിന്റ്. സെയിം പോയിന്റ് ആണ് ഉറുഗ്വേക്കുള്ളത്. 18 കളിയിൽ നിന്ന് 7 വിജയവും 7 സമനിലയും 7 തോൽവിയും 4 സമനില അടക്കം 28 പോയിന്റ്. അതേ പോയിന്റായിട്ട് 5ാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ്. ബ്രസീലിന് 18 കളിയിൽ നിന്ന് 8 വിജയവും 4 സമനിലയും 6 തോൽവിയേറ്റ്. പക്ഷെ ഗോൾ ശരാശരിയിൽ ഏകദേശം കൊളംബിയ ഉറുഗ്വേക്ക് താഴെയായിട്ടാണ് ബ്രസീൽ വന്നത്. 5ാം സ്ഥാനക്കാരായിട്ട്. 6ാം സ്ഥാനക്കായിട്ടുള്ള പരാഗ്വയാണ്. പരാഗ്വ 18 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 7 സമനിലയും 4 തോൽവി അടക്കം 28 പോയിന്റ്. അങ്ങനെ ഈ 4 ടീമുകൾക്കും 28 പോയിന്റാണ്. ആ ഗോൾ ശരാശരിയിലാണ് ആ ടേബിളിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അങ്ങനെ 6ാം സ്ഥാനത്തും 7ാം സ്ഥാനത്തുള്ള ബൊളീവിയാണ്. ബൊളീവിയക്ക് ഇനി യോഗ്യ റൗണ്ട് കളിച്ചിട്ട് വേണം വേൾഡ് കപ്പിലേക്ക് വരാൻ. 20 പോയിന്റാണ് ഉള്ളത്. വെനസ്വേലിയ പുറത്തായി. പെറു, ചിലി എന്ന ടീമുകൾ പുറത്തായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു ടേബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇക്വഡോറും കൊളംബിയയും ലാറ്റിൻ അമേരിക്ക എന്തായാലും കട്ടകട്ടയായിട്ട് ഉണ്ടാവും വേൾഡ് കപ്പിന്, അതിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് യൂറോഗ്വേന്റെയും കൊളംബിയന്റെയും ഇക്വഡോറിന്റെയും അർജന്റീനയും ബ്രസീലിന്റെ ഒക്കെ കളി കണ്ടാൽ മനസ്സിലാകാൻ പറ്റും. പക്ഷെ ഇപ്പോഴും സംശയം നിൽക്കുന്നത് ബ്രസീലിന്റെ കളി തന്നെയാണ്. ബ്രസീൽ അഞ്ചലോട്ടിയുടെ കീഴിൽ വന്ന ശേഷം ഇന്നലത്തെ കളി കണ്ടവർക്ക് മനസ്സിലാവും. ഇന്നലത്തെ ബൊളീവിയ ആയിട്ടുള്ള മത്സരത്തിൽ ബൊളീവിയ സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരങ്ങളിലാണ് കളിച്ചെന്നൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പും അവിടെ ടീമുകൾ പോയി കളിച്ചിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലത്തെ ഒരു മത്സരം ബ്രസീലിനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വളരെ നിറമങ്ങിയ ഒരു മത്സരം തന്നെയാണ്. അലിസൺ ബെക്കർ എന്ന ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ ഒരു 3-4 ഗോൾ. അതേപോലെ ബൊളീവിയയുടെ അറ്റാക്കർമാരുടെ ഫിനിഷിംഗ് ഇല്ലായ്മ, അവർ പെനാൽറ്റി ബോക്സിന്റെ പുറത്തു തന്നെയാണ് എല്ലാം എടുത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കളിയായിരുന്നു. ആ കളിയിൽ ചിലപ്പോൾ ബ്രസീലിന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആധിപത്യം എന്ന് പറഞ്ഞാൽ ബൊളീവിയ തന്നെ ആയിരുന്നു. അവരുടെ ഹോം ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചു. ആ ഒരു നിർണായകമായ ഒരു പെനാൽറ്റിയിലൂടെ അവർ വിജയം കണ്ടു. അപ്പോൾ ഇതോടുകൂടി ടേബിളിൽ 2ാമതെത്തുന്ന ബ്രസീൽ 5ാം സ്ഥാനത്തേക്ക് പോവുകയാണ്. ഇനി മത്സരങ്ങളൊന്നുമില്ല. ഇനി ഏതാനും ഫ്രണ്ട്ലി മാച്ചുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ ബ്രസീലിന്റെ തിരിച്ചുവരവിന് കാത്തിരിക്കാം. അതേപോലെ ഇക്വഡോറും കൊളംബിയയും ഉറുഗ്വേയും അടങ്ങുന്ന ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരുടെ പോരാട്ടത്തിൽ വേൾഡ് കപ്പിൽ എന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. നമുക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ 18 റൗണ്ട് പൂർത്തിയായി. അപ്പോൾ ഇനി ആരൊക്കെയാണ് ടോപ്പ് സ്കോറർ, അതേപോലെ അസിസ്റ്റ് ആരൊക്കെയാണ്? മറ്റൊരുമല്ല, ടോപ്പ് സ്കോറായിട്ട് അർജന്റീന ലയണൽ മെസ്സി തന്നെയാണ്. 38-കാരനായ ലയണൽ മെസ്സിന് 8 ഗോളുമായിട്ട്. ലൂയിസ് ഡിയാസ് ആണ് കൊളംബിയയുടെ 7 ഗോളുമായിട്ട് 2ാം സ്ഥാനത്തുള്ളത്. അതേപോലെ ബൊളീവിയയുടെ മിഗുലിറ്റിയോ ആണ് 7 ഗോളുകളായിട്ട് 3ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, 38-കാരനായ മെസ്സിയാണ് ഈ ചെറിയ പിള്ളേരുടെ ഇടയിൽ ക്വാളിഫയർ 18 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 8 ഗോളുകൾ. അതിൽ 3-4 മത്സരങ്ങളാണ് കളിച്ചിട്ടില്ല തോന്നുന്നുണ്ട്. ആ കളി കുറവിലാണ് 8 ഗോൾ അടിച്ചിരിക്കുന്നത് മനസ്സിലാക്കണം. അതേപോലെ അസിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ നേടിയത് കൊളംബിയയുടെ ജെയിംസ് റോഡ്രിഗോസ് ആണ് ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നേടിയിട്ടുള്ളത്. അതേപോലെ തന്നെ അതിലും 4ാം സ്ഥാനത്ത് കിടക്കുന്നുണ്ട് മെസ്സി. അപ്പോൾ മെസ്സിയുടെ ഒന്ന് അളന്ന് വെക്കണം. ഈ 38 വയസ്സിൽ ചങ്ങായി കാണിക്കുന്ന ഒരു പാഷൻ ഉണ്ടല്ലോ, അതും രാജ്യത്തിന് വേണ്ടിയിട്ട്. ഇനി ഏതൊക്കെ ടീമുകളാണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് ഈ ക്വാളിഫയർ മത്സരങ്ങൾ 18 റൗണ്ട് പൂർത്തിയായപ്പോൾ? അർജന്റീനയാണ് ടോപ്പ് നമ്പർ 1 ആയിട്ട് 31 ഗോളുകളുമായിട്ട് അവർ 1ാം സ്ഥാനത്തുള്ളത്. കൊളംബിയ 28 ഗോളുകൾ, അതിൽ 2 പെനാൽറ്റിയാണ്. ബ്രസീൽ 24 ഗോളുകൾ അടിച്ചിട്ട് അതിൽ 3 പെനാൽറ്റിയാണ്. ഉറുഗ്വ 22 ഗോൾ അടിച്ചിട്ടുണ്ട്, അതിലൊരു പെനാൽറ്റിയാണ്.
5ാം സ്ഥാനത്ത് വെനസുലിയ 18 ഗോൾ അടിച്ചത് 2 പെനാൽറ്റിയാണ്. 6ാം സ്ഥാനത്ത് ബൊളീവിയ 17 ഗോൾ അടിച്ചിട്ടുണ്ട്, അതിൽ 4 പെനാൽറ്റിയാണ്. ഇക്വഡോർ 14 ഗോൾ അടിച്ചിട്ടുണ്ട്, 2 പെനാൽറ്റിയാണ്. ഇക്വഡോറിന്റെ കാര്യത്തിൽ ഗോൾ കൺസിഡർ ചെയ്യുന്നതും അതേപോലെ ഗോൾ അടിക്കുന്നതും വളരെ കുറവാണ്. അവരാകെ 14 ഗോൾ അടിച്ചിട്ടുള്ളൂ, 2 തോൽവി വഴങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം. അതേപോലെ പരാഗ്വ 14 ഗോൾ, അതിലൊരു പെനാൽറ്റി. ചിലി 9 ഗോളുകൾ മാത്രം അടിച്ചുള്ളൂ 18 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ. പെറു 6 ഗോളുകൾ മാത്രം. അപ്പോൾ ഇതിൽ പെനാൽറ്റി അടിക്കാതെ ടോപ്പ് സ്കോറിലെത്തിയ അർജന്റീനയെ രാജാക്കന്മാർ അല്ലേ, 31 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, അതിലൊരു പെനാൽറ്റി പോലും ഇല്ല. പിന്നെ പെനാൽറ്റി എടുക്കാത്തത് ചിലിയും പെറുവും മാത്രമാണ്. അവർ ടേബിളിൽ ഏറ്റവും ലാസ്റ്റ് 2 സ്ഥാനത്താണ് ഉള്ളത്. അപ്പോൾ അർജന്റീനയുടെ കാര്യം ഒന്നും പറയേണ്ട, അവസാന മത്സരത്തിൽ തോറ്റാലും അവർ 9 പോയിന്റ് ലീഡിലാണ് വേൾഡ് കപ്പ് യോഗ്യതയ്ക്ക് നേടിയിട്ടുള്ളത്. ഇനി അടുത്ത വർഷം ഏതാനും ഫ്രണ്ട്ലി മാച്ചുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർഷം 2026 വേൾഡ് കപ്പിൽ മെസ്സിയാണ് അവരുടെ നായകനായിട്ടുണ്ടാവുക, അതിൽ യാതൊരു സംശയമില്ല. ഒറ്റമൻഡി ഈ മത്സരത്തിൽ അവസാന മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയതോട് കൂടിയിട്ട് ആദ്യ മത്സരം അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ മത്സരം വേൾഡ് കപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീനയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഒറ്റമൻഡി കളിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പിന്നെ മെസ്സി കളിക്കില്ല എന്നൊക്കെ കുറേ ന്യൂസുകളും റൂമേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും 2026 വേൾഡ് കപ്പ് പോയാണ് ചെറിയ എവിടെയും പോകില്ല, അതിൽ യാതൊരു സംശയമൊന്നുമില്ല. അത് ഒരു റൂമേഴ്സുകളായിരിക്കട്ടെ. അതേപോലെ നെയ്മറുടെ തിരിച്ചുവരാണോ ബ്രസീൽ ആരാധകർ കാത്തിരിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളി 3 ഗോളിന് വിജയിച്ചപ്പോൾ ബ്രസീൽ തിരിച്ചെന്ന് പറയാം. പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിൽ ഭയങ്കര ദയനീയമായ ഒരു കളിയായിരുന്നു. അവിടെ ഓക്സിജന്റെ അളവ് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ വേറെ ടീമുകൾ പോയിട്ട് അടിപൊളിയായിട്ട് ജയിച്ചിട്ടുണ്ട്, ബൊളീവിയയിൽ പോയിട്ട്. അപ്പോൾ അതൊന്ന് നോക്കണം. പ്രത്യേകിച്ച് ഇന്നലത്തെ കളി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നു. ആ ഒരു 2 തോൽവി, അർജന്റീനയുടെ തോൽവിയും ബ്രസീലിന്റെ തോൽവിയും മറ്റുള്ള ടീമുകൾക്ക് ഭയങ്കര ഉപകാരപ്രദമായി. പുറത്തു പോകുമെന്ന് വിചാരിച്ചിരുന്ന ബൊളീവിയ അകത്തായി, വെനസുലിയ പുറത്തോട്ട് പോയി. അതേപോലെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ബ്രസീൽ 5ാം സ്ഥാനത്തേക്ക് കൂപ്പുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് സംഭവബഹുലമായ ലാറ്റിൻ അമേരിക്കയിലെ ഇത് നടന്നിട്ടുള്ളത്. ഇനി ടീമുകളുടെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേൾഡ് കപ്പ് വരുന്നതോട് കൂടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണാം ആരായിരിക്കും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് കിരീടം മുത്തമിടാൻ പോകുന്നത്. കാരണം യൂറോപ്പിലും അല്ല ഒരുപാട് ടീമുകളുണ്ട്. നമുക്കിപ്പോൾ ലാറ്റിൻ അമേരിക്കയുടെ കാര്യമാണ്, യോഗ്യത കംപ്ലീറ്റ് ആയതുകൊണ്ടാണ് ഇവരുടെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചിരുന്നതായിരിക്കും.